നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. ലോക ക്രിക്കറ്റിലെ എൽ ക്ലാസിക്കോ പോരാട്ടത്തിനായി ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. കളിയും കാര്യവും കലങ്ങി മറഞ്ഞ അയൽക്കാരുടെ പോരിനേക്കാൾ മറ്റൊരു മത്സരവും ക്രിക്കറ്റ് ലോകത്തില്ല. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇന്ത്യൻ കുപ്പായത്തിലും ബാബർ അസമും മുഹമ്മദ് റിസ്വാനും പാക് നിരയിലും ഇല്ലെങ്കിലും ആവേശത്തിന് ഒരു തരിമ്പ് പോലും കുറവുണ്ടാകില്ലെന്നുറപ്പാണ്. സൂര്യകുമാർ യാദവ്, സഞ്ജു സാംസൺ, ജസ്പ്രീത് ബുംറ, ഷഹിൻ ഷാ അഫ്രീദി, ഹാരിസ് റൌഫ്, സൽമാൻ അലി ആഗ, ഇതുപോലെ ഇരുനിരയിലും കരുത്തുറ്റ താരങ്ങൾ ഏറെയുണ്ട്. കിരീട നേട്ടത്തേക്കാൾ ഈ പോരാട്ടം ജയിക്കണം ഇരു ടീമിനും. വെറുമൊരു മത്സരമെന്ന് പുറമേ പറയുമെങ്കിലും ഇന്ത്യക്കും പാകിസ്ഥാനും ഇത് ജീവൻ മരണക്കളി. ക്രിക്കറ്റ് ആരാധകരുടെ കണ്ണും മനസ്സുമെല്ലാം ഇനിയുള്ള മണിക്കൂറുകളിൽ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലേക്ക് ചുരുങ്ങും. ഏഷ്യ കപ്പിലെ ഇന്ത്യ പാക് പോരാട്ടത്തിന്റെ വിശേഷങ്ങളുള്ള പ്രത്യേക ഷോയിലേക്ക്, അയൽപോരിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. കണക്കിലും കാര്യത്തിലും എല്ലാം ഇന്ത്യ തന്നെയാണ് മുന്നിൽ. കരുത്തിലും എല്ലാം നോക്കുമ്പോൾ ഇന്ത്യ തന്നെയാണ്. നിലവിലെ ലോക ചാമ്പ്യന്മാർ, ഏഷ്യൻ ചാമ്പ്യന്മാർ, 2020 ക്രിക്കറ്റിലെ 1ാം റാങ്കുകാർ, ഇതെല്ലാമാണ് ഇന്ത്യ. പാകിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റിലെ നേർക്കുനേർ കണക്കുകളിൽ ഇന്ത്യക്കാണ് വലിയ ഭൂരിപക്ഷമുള്ളത്. 13 മത്സരങ്ങളിൽ ഇതുവരെ 10ലും ജയിച്ചത് ഇന്ത്യയാണ്. പാകിസ്ഥാന് ജയിക്കാനായത് വെറും 3 മത്സരത്തിൽ മാത്രമാണ്. സമീപകാലത്തെ പ്രകടനങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ മുന്നിട്ട് നിൽക്കുന്നു. ഇന്ത്യയുടെ കുതിപ്പ് കാണാൻ സാധിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. ഇനി ഏഷ്യ കപ്പ് ചരിത്രത്തിലേക്ക് കൂടി പോവുകയാണെങ്കിൽ ഏഷ്യ കപ്പിലെ നേർക്കുനേർ പോരാട്ടങ്ങളിലും ഇന്ത്യ തന്നെയാണ് വലിയ മുൻതൂക്കം സാധിക്കുന്നത്. 19 മത്സരങ്ങളിൽ 10ലും ഇന്ത്യയാണ് ജയിച്ചത്. പാകിസ്ഥാന് ജയിക്കാനായത് 6 മത്സരങ്ങളിൽ 3 മത്സരങ്ങളിൽ ജയമുണ്ടായില്ല എന്നുള്ളതാണ്. മത്സരം നടക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ്. അവിടെ നിന്ന് അരുൺ പാറാട്ട് തരുന്നത്. അരുൺ പാറാട്ട്, ലോകത്തിൻ്റെ ക്രിക്കറ്റ് ആരാധകരുടെ ഒക്കെ തന്നെ കണ്ണും മനസ്സുമെല്ലാം ഇപ്പോൾ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലേക്ക് ചുരുങ്ങിയിരിക്കുകയാണ്. മത്സരം തുടങ്ങാൻ ഇനി ഏതാണ്ട് 1 മണിക്കൂറിന് താഴെ മാത്രമാണ് സമയമുള്ളത്. എന്തായാലും കാത്തിരിക്കുകയാണ് ആരാധകർ ആവേശ പോരാട്ടത്തിനായി. ടോസിനായി ഇനി ഏതാനും നിമിഷങ്ങൾ. 7:30ക്കാണ് ടോസ് ഉള്ളത്. അരുൺ, എന്താണ് സ്റ്റേഡിയത്തിലേക്ക് ഇന്ന് തിങ്ങി നിറയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആവേശ പോരാട്ടത്തിന് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ ആരാധകരെ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കനത്ത സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ തവണത്തെ കളി എന്നത് പ്രത്യേകതയുണ്ട്. സെൽഫി സ്റ്റിക്ക്, അതോടൊപ്പമുള്ള നിരവധി കാര്യങ്ങൾ ദുബായ് പോലീസ് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. അത്തരത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചാണ് ഈ ഒരു കളി നടക്കുന്നതെന്ന പ്രത്യേകതയുണ്ട്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ആരാധകരെല്ലാം തന്നെ ഇപ്പോൾ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചൂടാണ് യു എയിലുള്ളത്. ആ ചൂടിനെ പോലും വകവെക്കാതെയാണ് ഈ ആരാധകർ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. ഇന്ന് എത്ര റൺസിന് ഇന്ത്യ ജയിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്? 80 റണ്ണിന്. സ്ഥിരമായി കളി കാണാൻ വരാറുണ്ടോ അവിടെ? കാണാറുണ്ട്. കഴിഞ്ഞ ഏഷ്യ കപ്പിന് വന്നായിരുന്നു. അന്ന് നല്ലൊരു കളി കാണാൻ പറ്റിയിരുന്നു. ഇല്ല, ഇന്ത്യ തോറ്റ. കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിക്ക് വന്നിരുന്നോ? ചാമ്പ്യൻസ് ട്രോഫി ഇല്ല. എവിടുന്നാ വരുന്നത്? ഞങ്ങൾ അജ്മാനിൽ. നേരത്തെ ടിക്കറ്റൊക്കെ നേരത്തെ കിട്ടിയോ? ടിക്കറ്റ് ഞങ്ങൾ ഗ്രൂപ്പ് ടിക്കറ്റാണ് എടുത്തത്. ഗ്രൂപ്പ് മാച്ചസിന് വേണ്ടിയുള്ള ആദ്യം 1400 ദിറമായിരുന്നു ഇൻക്ലൂഡിങ് ഫൈനൽസ് അവർ പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞിട്ട് കോംബോ ടിക്കറ്റ് ഞങ്ങൾ 3 മാച്ചുള്ള എടുത്തു. അപ്പം ഒരു കളി കണ്ടു, യു എയുടെ കൂടെയുള്ള കളി കണ്ടു. അതിനകത്ത് ലോ സ്കോറിംഗ് മാച്ച് ആയിരുന്നു. അതുകൊണ്ട് ഈ മാച്ച് ഇച്ചിലൂടെ എക്സൈറ്റിംഗ് ആയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വന്നേക്കുന്നത്. സഞ്ജു, എത്ര റൺസ് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? എത്രത്തോളം? അത് ഒന്നും പറയുന്നില്ല. എങ്കിലും ഏഷ്യ കപ്പ് ദുബായിലാണെന്ന് പ്രഖ്യാപിച്ചതിന് അന്ന് മുതൽ നമ്മൾ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. വൻവില കൊടുത്ത് കാണാൻ വന്നത് തന്നെ അതുകൊണ്ടാണ്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരമായതുകൊണ്ട് ആവേശപൂർണ്ണമായിരിക്കും എന്ന് നമുക്കറിയാം. എന്തായാലും ആര് ജയിച്ചു കഴിഞ്ഞാലും നല്ലൊരു കളി ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കും. ഓക്കെ, തീർച്ചയായും. എവിടുന്നാ വരുന്നത്? ഞങ്ങൾ അജ്മാൻ. എവിടെ? നാട്ടിലെവിടെയാ? മലപ്പുറം പെരുന്നോണ. ആദ്യമായിട്ടാണോ? അല്ലല്ല, ഞങ്ങൾ എല്ലാ വർഷവും ഏഷ്യ കപ്പ് കാണാറുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും കളി കഴിഞ്ഞിട്ട് കാണാം. തീർച്ചയായും ഇത്തരത്തിൽ ഇന്ത്യയുടെ വിജയം കാണാനായി ആരാധകർ യു എയുടെ വിവിധ എമിറേറ്റുകളിൽ നിന്ന് ഒഴുകിയെത്തിക്കൊണ്ടിരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ ആരാധകരെ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ ഇന്ന് മനോഹരമായ കളി സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരെല്ലാവരും. ദുബായിൽ നിന്നും ശരചർകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. ഇരു ടീമുകളുടെയും ആരാധകർ തിങ്ങി നിറയുന്ന സ്റ്റേഡിയം അതാണ് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയം. കാരണം 2 ടീമിനും അത്ര കണ്ട ആരാധകരുണ്ട്. ഇതുപോലെ നമ്മളോടിപ്പോൾ സംസാരിച്ച മലയാളി ആരാധകരടക്കമുള്ള ധാരാളം ഇന്ത്യൻ ഫാൻസ് ഉണ്ടാകും. ഒപ്പം തന്നെ പാകിസ്ഥാന് ദീർഘകാലം അവരുടെ ഹോം ഗ്രൗണ്ട് ആയിരുന്നു, സെക്കൻഡ് ഹോം ഗ്രൗണ്ട് ആയിരുന്നു ഈ സ്റ്റേഡിയം. അതുകൊണ്ട് പാകിസ്ഥാനും അത്ര കണ്ട ആരാധകരെത്തും. അപ്പോൾ ആരായിരിക്കും ഇന്ന്, നീലപ്പടയാണോ അതോ പച്ചപ്പടയാണോ സ്റ്റേഡിയം തിങ്ങി നിറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാൻ ഉള്ളത്. എന്തായാലും ആവേശ പോരാട്ടത്തിന് ഇനി ഏതാ
ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 7:30-ക്കാണ് ടോസ്, 8 മണിക്ക് ആദ്യ പന്തെറിയും. ഇപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. കേരളത്തിൽ നിന്ന് ആദ്യമായി ഇന്ത്യൻ ടീമിലെത്തിയ വനിതാ താരം മിന്നുമണി. വയനാടിൻ്റെ അഭിമാനം, കേരളത്തിൻ്റെ അഭിമാനം, ഇന്ത്യയുടെ അഭിമാനം. മിന്നുമണി ഇപ്പോൾ 24-നൊപ്പം ഈ സ്പെഷ്യൽ ഷോയിൽ ചേരുന്നു. മിന്നു, സ്വാഗതം. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം സ്പെഷ്യലാണ്. മിന്നുവും അല്പം എക്സൈറ്റഡ് അല്ലേ? വളരെ എക്സൈറ്റ്മെൻറ്റോടു കൂടി തന്നെയാണ് ഇന്നത്തെ ആ മാച്ചിനെ നോക്കിക്കാണുന്നത്. കാരണം നമുക്കറിയാം ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് എന്ന് പറയുമ്പോഴത്തേനും ഒരു ഇന്ത്യ പാക് വാറ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ രണ്ട് ടീമും നല്ല സ്ട്രോങ് ടീം തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ കളിച്ചിട്ടുള്ളത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്കാണ് കൂടുതൽ വിജയം വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യവും തീർച്ചയായിട്ടും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. മിന്നു ഒരു ഓഫ് സ്പിന്നറാണ്. ഈ ദുബായിലെ പിച്ച് ഒരു പക്ഷേ മിന്നുവിനെ പോലെയൊക്കെ ഉള്ള പ്ലേയേഴ്സിനാണ് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുക. ദുബായിലെ പിച്ചിൽ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് കുൽദീപ് യാദവും അക്സർ പട്ടേലും ഒക്കെ തന്നെ മിന്നിത്തിളങ്ങി എന്നുള്ളത്. സ്പിന്നേഴ്സ് ഫ്രണ്ട്ലി ആയ പിച്ചിൽ ഇന്നും മത്സരത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന അവർ തന്നെ ആയിരിക്കും. അങ്ങനെ തന്നെയല്ലേ തോന്നേണ്ടത്? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സ്പിന്ന് മാത്രമല്ല, പേസേഴ്സിനാണെങ്കിലും നല്ല രീതിയിലുള്ള അഡ്വാൻറ്റേജ് കിട്ടാവുന്ന ഒരു പിച്ച് തന്നെയാണ് അത്. പിന്നെ നമ്മുടെ ബോളേഴ്സിനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആൾക്കാരാണ് ഉള്ളത്. തീർച്ചയായിട്ടും സ്പിന്നേഴ്സിനുള്ളതുപോലെ തന്നെ പേസേഴ്സും നല്ല രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞ പോലെ തന്നെ എന്തായാലും ഇമ്പാക്റ്റ് ഉണ്ടാക്കുക പേസേഴ്സ് ആണോ അതോ സ്പിന്നേഴ്സ് ആണോ എന്നുള്ളത് തന്നെയാണ്. വിനുവിനോട് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ എന്തെങ്കിലും കുൽദീപ് ആണോ അതോ വരുൺ ആണോ ഇന്ന് തിളങ്ങുക? കഴിഞ്ഞ മത്സരത്തിൽ കുൽദീപിൻ്റെ മത്സരമാണ് കണ്ടത്. കുൽദീപിൻ്റെ അപാര പ്രകടനമാണ് നമ്മൾ കണ്ടത്. 7 റൺസിന് 4 വിക്കറ്റ് എന്നുള്ളത്. ഇന്ന് എന്തായിരിക്കും ഒരു പ്രഡിക്ഷൻ? രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചമാണ്. എങ്കിലും എനിക്ക് തോന്നുന്നത് വരുൺ ചക്രവർത്തി തിളങ്ങാനായിരിക്കും കൂടുതൽ ചാൻസ് എന്ന് തോന്നുന്നു. കാരണം കുൽദീപ് യാദവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചക്രവർത്തിക്ക് കൂടുതൽ വേരിയേഷൻസ് അദ്ദേഹത്തിൻ്റെ ബൗളിങ്ങിൽ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും അത് കണ്ടതുമാണ് IPL പോലുള്ള പ്ലാറ്റ്ഫോമിൽ. എങ്കിലും ഒട്ടും പിന്നിലല്ല കുൽദീപ് യാദവ്. അദ്ദേഹത്തിൻ്റെതായ സ്കില്ലിലുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. തീർച്ചയായിട്ടും രണ്ടുപേർക്കും നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മളിന്ന് കാത്തിരിക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ സഞ്ജു സാംസൺ. സഞ്ജു ഇന്ന് കളത്തിലെത്തി തകർത്തടിക്കുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാ മലയാളി ആരാധകരും. കഴിഞ്ഞ മത്സരത്തിൽ ബാറ്റിങ്ങിന് അവസരം കിട്ടിയില്ല, പക്ഷേ വിക്കറ്റിന് പിന്നിൽ എന്താണ് സഞ്ജു എന്ന് എല്ലാ വിമർശകർക്കും അല്ലെങ്കിൽ ആരാധകർക്കും കാണിച്ചു കൊടുത്ത മത്സരമായിരുന്നു. ഒരു തകർപ്പൻ ക്യാച്ചൊക്കെ കണ്ടതാണ്. ഇന്ന് സഞ്ജുവിൽ നിന്ന്, മിന്നുവൊക്കെ വിളിക്കുന്ന പോലെ സഞ്ജു ചേട്ടലിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാം? തീർച്ചയായിട്ടും സഞ്ജു ചേട്ടനെ സംബന്ധിച്ച് എന്താ പറയുക, അതായത് മുമ്പോട്ടും പിന്നോട്ടും നോക്കണ ഒരു പരിപാടിയില്ല. കിട്ടിയ അടിച്ചു പൊട്ടിക്കുക എന്നുള്ളൊരു മൈൻഡാണ് സഞ്ജു ചേട്ടനുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും കിട്ടുന്ന ഒരു അവസരം ഏറ്റവും മികച്ച രീതിയിൽ തന്നെ സഞ്ജു ചേട്ടൻ ഉപയോഗിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ പാകിസ്ഥാൻ ഇന്ത്യ മത്സരം വരുമ്പോൾ ഒരു ക്ലോസ് എൻകൗണ്ടേഴ്സാണ് എല്ലാ കാലത്തും കണ്ടത്. ഒരു 5 റൺസിന് 6 റൺസിന് അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ തവണയും ജയിച്ച് കണ്ടുള്ളത്. അല്ലെങ്കിൽ അത്ര കണ്ട ക്ലോസ് മാച്ച് ആയിരിക്കും ഇത്തവണ ഉണ്ടാവുക. എന്തായാലും ഇത്തവണയും നമുക്ക് അതുപോലെ ഒരു ലാസ്റ്റ് ഓവർ അല്ലെങ്കിൽ ലാസ്റ്റ് ബോൾ വരെയുള്ള ആവേശം നീണ്ടു നിൽക്കുന്ന ഒരു മത്സരം തന്നെ പ്രതീക്ഷിക്കാം. നല്ല ടൈറ്റ്, നല്ല ഫൈറ്റിംഗ് മാച്ച് തന്നെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നമുക്കറിയാം രണ്ട് ടീംസും കളിക്കുമ്പോൾ എന്തോരം എക്സൈറ്റ്മെൻറ്റോടാണ് നമ്മൾ കാണികളാണെങ്കിലും ഫുൾ ഇന്ത്യക്കാർ തന്നെ മാച്ചസ് എല്ലാം കാണുന്നതെന്നറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ കാണികൾക്ക് വളരെ മികച്ചൊരു മത്സരം തന്നെ കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു ഫൈറ്റിംഗ് മാച്ച് ആവട്ടെ. നന്ദി മീനു. എന്തായാലും വലിയ സന്തോഷം. മിന്നുവും എക്സൈറ്റഡ് ആണ്, ആവേശത്തിലാണ്. ആവേശ പോരാട്ടത്തിൽ ഇന്ത്യയുടെ ജയത്തിനായി കാത്തിരിക്കുകയാണ്. പറഞ്ഞതുപോലെ സഞ്ജുവിൻ്റെ മിന്നും പ്രകടനം നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ്. തീരുന്നില്ല, രണ്ട് അതിഥികൾ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സോണി ചെറുവത്തൂർ, മുൻ കേരള താരം, ഒപ്പം തന്നെ KCA മുൻ സെക്രട്ടറി അജിത് കുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഒപ്പം തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലും ആരാധകർ ഇരച്ചെത്തുന്നുണ്ട്. അവിടെയാണ് ആഘോഷമെങ്കിലും ഒന്നും നമ്മുടെ കമൻറ്റ് ബോക്സിലും അത് കാണാം എന്നുള്ളത് തന്നെയാണ്. സൂര്യകുമാർ യാദവിൻ്റെ പ്രകടനത്തിനായി കാത്തിരിക്കുന്നതാണ് വിനീത് നാരായണൻകുട്ടി
കുട്ടി പറയുന്നു ഇന്ത്യക്ക് അഭിമാന പോരാട്ടം എന്ന് വിനീത് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സജന സജു പറയുന്നു ഇന്ത്യ ജയിച്ചിരിക്കുന്നു. സീന മുഹമ്മദ് പറയുന്നു വിജയാശംസകൾ ഇന്ത്യ എന്നുള്ളത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ജയത്തിനായി, ഇന്ത്യയുടെ കുതിപ്പിനായി തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ആവേശ പോരാട്ടത്തിനായി കാത്തിരിക്കുകയാണ് രാജ്യമെങ്ങും, ക്രിക്കറ്റ് ലോകമെങ്ങും. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം, ഏഷ്യ കപ്പിലെ മത്സരം. എന്തായാലും വിശേഷങ്ങൾ തീരുന്നില്ല, അതിഥികളൊക്കെ തന്നെ തുടരുന്നു. ഇടവേളയ്ക്ക് തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നമുക്കൊപ്പം ഇപ്പോൾ സോണി ചെറുവത്തൂർ ചേർന്നു, മുൻ താരം, പരിശീലകൻ. സോണിയിലേക്ക് പോകാം. സോണി, എന്തായാലും കാത്തിരുന്ന ഒരു പോരാട്ടമാണ്. ഒരുപക്ഷെ ഈ മത്സരം സംപ്രേഷണം ചെയ്യുന്ന ചാനലിൻ്റെ ഒരു വാക്കുണ്ടായിരുന്നു, ഈ വർഷത്തെ ഏറ്റവും വലിയ പോരാട്ടം. അങ്ങനെ പറഞ്ഞാലും തെറ്റില്ല. അതെ, യാതൊരു സംശയമില്ല. നമ്മള് ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ പാക് പോരാട്ടങ്ങൾ എല്ലാ കാലത്തും ഒരുപാട് ആവേശം ഇരു രാജ്യങ്ങളിൽ മാത്രമല്ല ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന, ക്രിക്കറ്റ് ആസ്വദിക്കുന്ന എല്ലാവരിലും ആ ഒരു ആവേശം ഉണർത്താറുണ്ട് എന്നുള്ളൊരു സംശയം. അത് പല സമയത്തും ആ ടീമുകളുടെ ക്വാളിറ്റിയിലുള്ള ആ ഒരു അനുകൂലമായ ഘടകമാണ് നല്ല മത്സരങ്ങൾ നമുക്ക് ക്രിക്കറ്റ് ആരാധകർക്ക് അത് ആസ്വദിക്കാനായിട്ടുള്ള ഇടയാക്കിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു സമീപകാലത്ത് ഇന്ത്യക്ക് തീർച്ചയായും താങ്കൾ നേരത്തെ കണക്കിൽ സൂചിപ്പിച്ച പോലെ തന്നെ 13 മത്സരങ്ങളിൽ 10 വിജയിച്ചും മുന്നേറാൻ ടീം ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ടീം ഇന്ത്യ ഒരല്പം മുന്നോട്ട് പോയിരിക്കുന്നു. പക്ഷെ നമുക്കറിയാം ക്രിക്കറ്റ് ആണ്, അതുകൊണ്ട് എന്തും സംഭവിക്കാം. ടോസ് ക്രൂഷ്യൽ ആവാം. അത്തരത്തിൽ ഒരൊറ്റ ഒരാളുടെ പ്രകടനം കൊണ്ട് പോലും മത്സരത്തിന്റെ ഗതിയെ മാറ്റിമറിക്കാൻ സാധിക്കും. അപ്പൊ അത്തരത്തിൽ അത്യന്തം ആവേശകരമായ ഒരുപക്ഷെ ഈ സീസണിലെ ഏറ്റവും വലിയ പോരാട്ടത്തിനാണ് ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഈ രണ്ട് ടീമുകളും അവരുടെ ആദ്യ മത്സരം വളരെ ആധികാരികമായിട്ടാണ് ജയിച്ചത്. ഇന്ത്യ ആവട്ടെ UAE അതിഥേയരെ 9 വിക്കറ്റിനാണ് തകർത്തത്. അതും വെറും 57 റൺസിനൊക്കെ എറിഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാനും ഹോങ്കോങ്ങിനെതിരെ ഒമാനെതിരെ 93 റൺസിന്റെ വമ്പൻ ജയം സ്വന്തമാക്കാൻ സാധിച്ചു. അപ്പോൾ ഇന്ന് ജയിച്ചാൽ സൂപ്പർ 4-ൽ ഏറെക്കുറെ ഇടമുറപ്പിക്കാമെന്നുള്ളൊരു സാധനം കൂടി ഉണ്ട്. അതുകൊണ്ട് ആവേശം അത് എന്നത്തെയും പോലെ കുറച്ചുകൂടി കടുക്കും. അല്ല, അതിന് യാതൊരു സംശയമില്ല. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം യശസ്വി ജയ്സ്വാളിനെ പോലെ അല്ലെങ്കിൽ ശ്രേയസ് അയ്യറിനെ പോലുള്ള താരങ്ങൾക്ക് പോലും ആ ഒരു സ്ക്വാഡിൽ ഇടം ലഭിക്കാത്തത്രത്തോളം ശക്തമായ ഒരു ടീമായിട്ട് ടീം ഇന്ത്യ മാറിയിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം അത് പാകിസ്ഥാന്റെ മുമ്പിലുണ്ട്. അവർക്ക് അവരുടെ ഏറ്റവും മികച്ചത് സമീപകാലത്ത് അവരുടെ T20 ക്രിക്കറ്റിൽ അവരുടെ ഒരു ഫോം ഒക്കെ കൂടെ പരിശോധിക്കുന്ന സമയത്ത് ഇന്ത്യക്കെതിരെ ഇന്നൊരു വിജയം നേടണമെങ്കിൽ അവർക്ക് മനസ്സറിഞ്ഞ് നല്ലോണം കളിച്ചാലേ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള അൺസർട്ടനിറ്റീസിനെ പോലും മറികടക്കാൻ പാകത്തിനുള്ള മാച്ച് വിന്നേഴ്സ് ടീം ഇന്ത്യയുടെ ഭാഗത്തുണ്ട്. നേരത്തെ സൂചിപ്പിച്ചുള്ള 2 ടോപ്പ് ക്വാളിറ്റി സ്പിന്നേഴ്സ് ഉണ്ട്. ഇന്ത്യയുടെ ബാറ്റിംഗിന്റെ കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ജസ്പ്രീത് ബുംറയെ മറികടന്നിട്ട് വേണം പാകിസ്ഥാന് ഇന്ത്യക്കെതിരെ ജയിക്കുന്നതിനെ പറ്റി ആലോചിക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷകളാണ് ഇന്ത്യൻ ആരാധകർക്കും നമുക്കൊക്കെ ഉള്ളത്. ഈ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ 2020 ലോകകപ്പിൽ കണ്ടതാണ് നമ്മൾ ജസ്പ്രീത് ബുംറ ഉണ്ടാക്കിയ ആ ഒരു ഇമ്പാക്റ്റ്. അതുവരെ പാകിസ്ഥാനിൻ്റെ കയ്യിലായിരുന്ന കളി, മുഹമ്മദ് റിസ്വാനെ പുറത്താക്കിയുള്ള ആ വിക്കറ്റ്, അത് നമുക്ക് ജസ്പ്രീത് ബുംറ ഇപ്പോൾ എവിടെ കൊണ്ടേ എറിഞ്ഞാലും ജസ്പ്രീത് ബുംറയുടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത് നമുക്കറിയാം. പക്ഷേ കളി തിരിക്കുക സ്പിന്നേഴ്സ് ആയിരിക്കും എന്നുള്ളതാണ് മൊത്തത്തിലുള്ള ഒരു പ്രവചനം വരുന്നത്. അതായത് സ്പിന്നേഴ്സ് ഫ്രണ്ട്ലി ആയ ട്രാക്കുകളാണ് കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്. എന്താണ് ടോസ് കിട്ടിയാൽ എന്തായാലും ബൗളിംഗ് തിരഞ്ഞെടുക്കാൻ തന്നെയായിരിക്കില്ലേ ഇരു ടീമുകളുടെയും തീരുമാനം ഉണ്ടാവുക? നാച്ചുറലി T20 മത്സരങ്ങളിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴും ടോസ് ലഭിച്ചു കഴിഞ്ഞാൽ അത് ബോൾ ചെയ്യുക അല്ലെങ്കിൽ ഒരു ടോട്ടലിലേക്ക് ഒതുക്കുക, അതിനുശേഷം വ്യക്തമായ ഒരു ആധിപത്യം ചേസ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് രണ്ട് ടീമുകളുടെയും സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ അവസാനം എനിക്ക് ഡേ തീരുന്ന സമയത്തേക്ക് ഒരല്പം ചൂടുണ്ട് ദുബായിൽ. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ആനുകൂല്യം മുതലാക്കുക. അതിനുശേഷം എന്തെങ്കിലും തരത്തിലുള്ള ഡ്യൂ ഉണ്ടെങ്കിൽ രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ബാറ്റിലേക്ക് വരും, അല്ലെങ്കിൽ സ്പിന്നേഴ്സിന് അത്ര ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന കണക്കൂട്ടലിൽ തന്നെ ആയിരിക്കും ഇരു പരിശീലകരും ഉണ്ടാവുക. പക്ഷെ എനിക്ക് തോന്നുന്നു ആദ്യം ബാറ്റ് ചെയ്തിട്ട് 160 മാത്രമാണ് പാകിസ്ഥാന് ഒമാനെതിരെ നേടാൻ സാധിച്ചത്. അപ്പോൾ അവരുടെ ബാറ്റിംഗ് ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ല പണിപ്പെടേണ്ടി വരും, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഈ ഒരു മിസ്റ്ററി സ്പിന്നേഴ്സിനെ നേരിടാൻ. തുടരുക ശ്രീ സോണി. എന്തായാലും ഇനി നമ്മൾ കാത്തിരിക്കുന്ന ഈ പറഞ്ഞതുപോലെ തന്നെ ബുംറയുണ്ട്, ഇല്ലെങ്കിൽ സൂര്യകുമാർ യാദവ് ഉണ്ട്, ഇങ്ങനെ കുറച്ച് ആളുകളുണ്ട്. പക്ഷേ ഇന്ന് കുറച്ചധികം നമ്മളൊന്ന് നോക്കി വെക്കേണ്ട പ്ലേയേഴ്സ് ആരൊക്കെ എന്നുള്ളതിലേക്കാണ് നമ്മളുള്ളത്. മുഹമ്മദ് അസർ തയ്യാറാക്കിയ ആ റിപ്പോർട്ടിലേക്ക് നമുക്ക് ഇനി പോകാം. മുഹമ്മദ് അസർ, എന്തായാലും ഒരു പിടി താരങ്ങളുണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരു 11 പേരെടുത്താൽ അതിനപ്പുറത്തേക്ക് ആളില്ല എന്നുള്ളത് പോലെയാണ്. ഇനി പാകിസ്ഥാൻ നിരയിലേക്കും പോകുമ്പോൾ ഒരു പിടി താരങ്ങളുണ്ട്, മികച്ച താരങ്ങളുണ്ട്, പേര് കേട്ട പ്ലേയേഴ്സ് ഉണ്ട്. ആരെയൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കി വെക്കേണ്ടത്? അത് ഈ 3 പേരിൽ ഒതുങ്ങുന്നതല്ല. തീർച്ചയായും അനിൽ, അയൽപ്പോരിന് നിമിഷങ്ങൾ ബാക്കി നിൽക്കെ ഇരു ടീമുകളിലെയും ശ്രദ്ധിക്കേണ്ട ചില താരങ്ങളെ പരിചയപ്പെടാം. രോഹിത്തും കോഹ്ലിയും ഇല്ലാത്ത ഇന്ത്യൻ ടീമിൻ്റെ കരുത്ത് ആരെല്ലാമെന്നാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. ആദ്യം ഇന്ത്യയുടെ ഓപ്പണർ അഭിഷേക് ശർമ്മ.
എന്ത് ചെയ്യും, എങ്ങനെ കളിക്കുമെന്നത് അഭിഷേകിന് മാത്രമേ അറിയൂ. ഇതിനുദാഹരണമാണ് UAE-ക്കെതിരെ കണ്ട ആദ്യ പന്തിലെ സിക്സർ. ഇനി ചില കണക്കുകൾ നോക്കാം. 18 മത്സരങ്ങളിൽ നിന്നായി 565 റൺസ്, 2 വീതം സെഞ്ചുറിയും 50യും, പ്രഹരശേഷി 193.5. ഇനി മറ്റൊരു താരത്തെക്കുറിച്ചാണ്. ഇന്ന് മലയാളികൾ കാത്തിരിക്കുന്നത് ആ പ്രകടനം കാണാനാണ്. സഞ്ജു സാംസൺ. 43 മത്സരങ്ങൾ ഇന്ത്യക്കായി ബാറ്റെടുത്ത സഞ്ജു 2 50യും 3 സെഞ്ചുറിയും അടക്കം നേടിയത് 861 റൺസ്. ബാറ്റിങ്ങിൽ ഇവരാണെങ്കിൽ ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ബൗളിങ്ങിൽ കരുത്താകാൻ പോകുന്നത് കുൽദീപ് യാദവ് ആകുമെന്നാണ് വിലയിരുത്തൽ. 41 മത്സരങ്ങളിൽ നിന്ന് 73 വിക്കറ്റ് നേടിയ താരത്തിൻ്റെ മികച്ച പ്രകടനം 17 റൺസിന് 5 വിക്കറ്റ് എന്നതാണ്. ബുംറയും ഹർദിക്കും അക്സറും ഗില്ലുമടക്കം മിന്നിത്തിളങ്ങുന്ന താരങ്ങൾ ഇനിയുമുണ്ട് ഇന്ത്യൻ നിരയിൽ. ഇനി പാകിസ്ഥാനെ നോക്കാം. ബാബർ അസമിനെയും മുഹമ്മദ് റിസ്വാനെയും പുറത്തിരുത്തിയാണ് ഇത്തവണ പാകിസ്ഥാൻ ഏഷ്യ കപ്പിനെത്തിയിരിക്കുന്നത്. ക്യാപ്റ്റൻ സൽമാൻ അലി ആകെ തന്നെയാണ് ടീമിൻ്റെയും ബാറ്റിംഗ് നിരയുടെയും പ്രധാന കരുത്ത്. 25 മത്സരങ്ങൾ, 489 റൺസ്, 116 പ്രഹരശേഷി എന്നതാണ് സൽമാൻ്റെ സ്റ്റാറ്റ്സ്. ബാറ്റിംഗ് നിരയിലെ എക്സ് ഫാക്ടർ ഹസൻ നവാസാണ്. 19 മത്സരങ്ങളിൽ നിന്ന് 432 റൺസാണ് ഹസൻ്റെ സമ്പാദ്യം. ഇനി മറ്റൊരു താരത്തെക്കുറിച്ചാണ്. ടീമിലെ ഏറ്റവും പരിചയസമ്പന്നനും ഇന്ത്യക്കെന്നും വെല്ലുവിളിയായിട്ടുള്ള ഷഹീൻ ഷാ അഫ്രീദിയാണ് പാക് ബൗളിംഗ് നിരയെ നയിക്കുന്നത്. 85 മത്സരങ്ങളിൽ നിന്നായി 108 വിക്കറ്റാണ് ഷഹീൻ കുട്ടി ക്രിക്കറ്റിൽ വീഴ്ത്തിയത്. അപ്പോൾ ഈ പറഞ്ഞ താരങ്ങളെ ഒന്ന് നോക്കി വെച്ചേക്ക്. പക്ഷേ ഇവരൊന്നും ആയിരിക്കില്ല ഒരുപക്ഷെ ഇന്ന് തിങ്ങിത്തിളങ്ങാൻ പോകുന്നത്. എന്നൊരു ബർത്ത്ഡേ ബോയുണ്ട് നമ്മുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. അദ്ദേഹത്തിന് കഴിഞ്ഞ മത്സരത്തിൽ ഒരു 2 പന്തേ കിട്ടിയുള്ളൂ. പക്ഷേ വന്ന ആദ്യ പന്ത് തന്നെ സിക്സർ പറത്തിയാണ് സൂര്യകുമാർ യാദവ് തുടങ്ങിയത്. അഭിഷേക് ശർമ്മയ്ക്കും വെൽ സ്റ്റാർട്ട് കിട്ടി, പക്ഷേ അദ്ദേഹത്തിന് കളി ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ ഇന്ന് സഞ്ജു ആകുമോ താരം എന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. ഇനി പാക് നിരയിലേക്ക് ഷഹീൻ ഷാ അഫ്രീദിയൊക്കെ പണ്ട് നമുക്ക് തന്ന ഒരു പ്രഹരമുണ്ട്. അത്തരത്തിൽ വീണ്ടും ഒരു ഭീഷണിയായി വരുമോ എന്നൊക്കെ തന്നെ നോക്കേണ്ടിയിരിക്കുന്നത്. രോഹിത്തും കോഹ്ലിയും ഒന്നുമില്ലാത്ത ബാബർ അസമിനും മുഹമ്മദ് റിസ്വാനും ഇടം കിട്ടാത്ത കാലമാണ് പാക് ടീമിൽ. ആ ഒരു വലിയ നമ്മൾ ടോപ്പ് സ്റ്റാർസ് എന്ന് പറഞ്ഞ കഴിഞ്ഞ എഡീഷനിലൊക്കെ തന്നെ കൊടുത്തിരുന്ന പ്ലേയേഴ്സ് ഇല്ലാത്ത ഈ എഡീഷനിൽ ഇന്ന് പുതിയൊരു താരോദയം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും അറിയാൻ കഴിയുന്നത്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആരാധകർ വലിയ ആവേശത്തിലാണ്. എന്തായാലും കാത്തിരിക്കുന്നതാണ്. എന്തായാലും ആദ്യം ആരും ബാറ്റ് ചെയ്യും, ടോസ് ആർക്ക് കിട്ടും എന്നുള്ള വളരെ എക്സൈറ്റഡ് ആണ് ആയിട്ട് തന്നെ ആളുകളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ബ്രെത്ത് ടേക്കിംഗ് മാച്ച് ആയിരിക്കും എന്ന് സദാശിവൻ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കാത്തിരിക്കുകയാണ്. മത്സരം തുടങ്ങാൻ ഇനി ഏതാണ്ട് അരമണിക്കൂറിൽ കുറച്ച് കൂടുതൽ മാത്രമാണുള്ളത്. ആവേശ പോരാട്ടത്തിൻ്റെ ടോസിനായി ഇനി 6 മിനിറ്റ് അത്ര കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. എന്തായാലും ആർക്കായിരിക്കും ടോസ് ഭാഗ്യം ഉണ്ടാവുക? ടോസ് കിട്ടിയാൽ എന്തായാലും ബൗളിംഗ് തന്നെ തിരഞ്ഞെടുക്കാനാണ് സാധ്യത. ഇനി അൺപ്രഡിക്റ്റബിളായി ഇല്ലെങ്കിൽ കുറച്ച് മാറ്റിപ്പിടിക്കാമെന്ന ലൈനിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ എന്നും കണ്ടറിയണം. എന്തായാലും നമ്മുടെ അതിഥികൾ തുടരുന്നുണ്ട്. അജിത് കുമാർ, ക്രിക്കറ്റ് നിരീക്ഷകൻ, മുൻ KCA സെക്രട്ടറി ഇപ്പോൾ ചേരുന്നു. അജിത് കുമാർ, എന്തായാലും വലിയ കാത്തിരുന്ന ഒരു പോരാട്ടമാണ്. നമ്മൾ ഇനി അറിയാനുള്ളത് ടോസ് ആർക്ക് എന്നുള്ളത് തന്നെയാണ്. അതിനൊപ്പം തന്നെ നമ്മുടെ 11-ൽ ആരൊക്കെ എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു 11 വളരെ സക്സസ്ഫുൾ 11 ആയിരുന്നു. പക്ഷേ എല്ലാവരും നെറ്റി ചൊളിച്ച കാര്യം അർഷ്ദീപ് സിംഗിന് ടീമിൽ സ്ഥാനമില്ല. അതായത് കഴിഞ്ഞ വർഷത്തെ 2020-ലെ മികച്ച താരത്തിനുള്ള ICCയുടെ അവാർഡ് വാങ്ങിയ താരമാണ്. ഇന്ത്യയുടെ ലീഡിംഗ് വിക്കറ്റ് ടേക്കറാണ്. അദ്ദേഹത്തിന് ഇനി ഒരൊറ്റ വിക്കറ്റ് മതി 100 വിക്കറ്റ് 2020-ൽ തികയ്ക്കാൻ. അങ്ങനെ ഒരു താരത്തിന് അവസരമില്ല എന്നുള്ളതാണ്. അപ്പോൾ അർഷ്ദീപിന് ഇന്ന് ടീമിൽ അവസരം ഉണ്ടാകുമോ, അതോ അൺചേഞ്ച്ഡ് 11 തന്നെയായിട്ടാണോ ഇന്ത്യ ഇറങ്ങുക? എന്നും ഒരു വിന്നിംഗ് കോമ്പിനേഷൻ ആണ് പ്രിഫർ ചെയ്യുന്നത്, യാതൊരു സംശയമില്ല. ഇന്നലെ പക്ഷെ വിന്നിംഗ് കോമ്പിനേഷൻ എന്ന് UAE-യോട്ടുള്ള മത്സരം എടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. UAE ആയിട്ടുള്ള മത്സരത്തിൽ പ്രത്യേകിച്ചൊരു വിന്നിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ വളരെ ഒരു 1-sided വിക്ടറി ആയിരുന്നു. അപ്പൊ അതായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ അതൊരു വിന്നിംഗ് കോമ്പിനേഷൻ ആയിട്ട് എടുക്കാതെ ശരിക്കും നല്ലൊരു ടീമിനെ ഇറക്കുന്നതാണ് എന്റെ പ്രതീക്ഷ. കാരണം ഒരു ചെറിയൊരു ഇഷ്യൂ ആണ് എന്റെ ഗുണം. കാരണം ആർഷ്ദീപിന്റെ ടീമിൽ ചാൻസ് എന്തായാലും ഉണ്ട്. അദ്ദേഹത്തെ പോലെ ഇങ്ങനെ ഒരു ലെഫ്റ്റ് ആം ഓപ്പണിംഗ് ബോളർ വേൾഡ് ക്രിക്കറ്റിൽ വളരെ കുറവാണ്. ലെഫ്റ്റ് ആം ഓപ്പണിംഗ് ബോളേഴ്സ് നമ്മൾ എടുത്തു നോക്കിയാൽ ഷഹീൻ ഷാ അഫ്രീദിയും ആർഷ്ദീപ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരും അത്രയും ഒരു ഹൈ ക്ലാസ്സിലില്ല. മാത്രമല്ല 99 വിക്കറ്റ് എടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ചെറിയ കാര്യമല്ല. മാത്രമല്ല പാകിസ്ഥാനായിട്ട് എന്നും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയറാണ് ആർഷ്ദീപ്. കഴിഞ്ഞ ലോകകപ്പിൽ തന്നെ നമ്മൾ വെറും 6 റൺസ്, താങ്കൾ പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് എന്റെ ഓർമ്മ ആ 119 113 പോയി.
ബുംറയുടെ റിസ്വാന്റെ വിക്കറ്റ് 84-3 ആയത്, ആ ഒരു 84-4 ആയത്, 84-3 ആയിരുന്നു. മാത്രമല്ല അക്ഷർ പട്ടേൽ ഡ്രിങ്ക്സ് ബ്രേക്ക് കഴിഞ്ഞിട്ട് 57-1 ആയുള്ളത് 57-2 ആയത്. 10 overs 62 റൺസ് മതിയായിരുന്നു അന്ന് പാകിസ്ഥാന്. അക്ഷർ പട്ടേൽ വന്നിട്ടുള്ള എടുത്ത വിക്കറ്റ് താങ്കൾ പറഞ്ഞപ്പോ എന്റെ ഓർമ്മ മുഴുവനും ആ മത്സരത്തിലേക്ക് ഇങ്ങോട്ട് പോയി. പക്ഷെ അത്രയും ഒരു ടൈറ്റ് മത്സരം ഇന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇന്ത്യ സ്റ്റാർട്ട് റിയൽ ഫേവറേറ്റ്സ് ആദ്യമായിട്ടാണ്. ഇന്നും ഞങ്ങൾ പറയാറുണ്ട് ഇന്ത്യ പാക് മത്സരത്തിൽ ഒരു 51-49 ഇറ്റ് ക്യാൻ ഗോ ഈതർ വേ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇന്ന് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലിയർ ഫേവറേറ്റ്സ് ആയിട്ടാണ്. കാരണം അത്രയും നല്ലൊരു അന്തരമുണ്ട് ടീംസ് തമ്മിൽ. ഇന്നത്തെ ചർച്ചകളെല്ലാം ശ്രീജിത് കുമാർ, ഇന്നത്തെ ചർച്ചകളെല്ലാം അർഷ്ദീപിനെ ചുറ്റിപ്പറ്റിയാണ്. അർഷ്ദീപ്, ഞാൻ സമൂഹ മാധ്യമങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അർഷ്ദീപ് ടീമിൽ വരുമോ എന്നുള്ളത്. അർഷ്ദീപ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നമ്മൾ മുമ്പ് കണ്ടതാണ്. 3 വിക്കറ്റ് 32 റൺസ്. ആദ്യ പന്തിൽ തന്നെ ബാബർ അസം വന്ന ഔട്ടായി. അതോടുകൂടി ഇന്ത്യ കളിയിലേക്ക് വരുന്ന കാഴ്ച അന്ന് നമ്മൾ കണ്ടതാണ്. അർഷ്ദീപ് ഉണ്ടെങ്കിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഇന്ത്യ ഈ പറഞ്ഞതുപോലെ അൺചേഞ്ച്ഡ് 11 ആണോ എന്നുള്ള കാര്യത്തിൽ ഇനിയൊരു സംശയമുണ്ട്. എന്താണ് താങ്കളുടെ ഒരു സാധ്യതകൾ, ഇന്ത്യൻ ടീമിന്റെ ഒരു മാർജിൻ ഓഫ് വിക്ടറി ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ എന്താണ് ഒരു ഏകപക്ഷീയമായ ജയം? അതിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കേണ്ട. തീർച്ചയായിട്ടും UAE പോലെ അത്ര ഒരു ഈസി മാച്ച് ആയിരിക്കും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒന്ന് തീർച്ചയാണ്, ഇപ്പൊ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 170-180 വരെ എടുക്കാനുള്ള കപ്പാസിറ്റി ഇന്ത്യക്ക് ഉണ്ട്. കാരണം പാകിസ്ഥാൻ ടോസ് വിൻ ചെയ്താൽ തീർച്ചയായിട്ടും ഒരു ഫീൽഡിംഗ് എലക്ട് ചെയ്യും. അപ്പൊ നമ്മൾ ആദ്യം ബാറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ്. അപ്പൊ ഒരു 170-180 നമുക്ക് എടുക്കാൻ പറ്റിയാൽ, അതെടുക്കാൻ പറ്റുന്നത് നമുക്കൊരു ടീമുണ്ട് എത്തും തന്നെയാണ് എന്റെ പ്രതീക്ഷ. അവർ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ UAE പോലെ ഒരു മത്സരമാവാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം അത്രയും ഡിമോറലൈസ്ഡ് ആണ് പാകിസ്ഥാൻ സൈഡ്. അതൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. കാരണം റിസ്വാൻ ഇല്ല, ബാബർ ഇല്ല, അവരുടെ ഏറ്റവും ബെസ്റ്റ് പ്ലേയേഴ്സ് ആരും ആകെ ഫക്കർ സമാൻ മാത്രമേ ഉള്ളൂ ഒരു ശരിക്കൊരു കൺസിസ്റ്റന്റ് ആണ്. സൽമാൻ, അവരുടെ പുതിയ ക്യാപ്റ്റൻ സൽമാൻ അലി ഒരു വലിയൊരു ഫോഴ്സ് ആയി. ഇന്നലെ കഴിഞ്ഞ മത്സരത്തിൽ ഒമാനായിട്ട് ഫസ്റ്റ് ബോളിന് ഔട്ടായ ആളാ ഈ സൽമാൻ. അപ്പൊ അദ്ദേഹം ഒരു ഫോഴ്സ് ആയിരിക്കില്ല. പിന്നെ സൈം യാക്കൂബ് നല്ലൊരു പ്ലെയർ ആണ്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ 0 ഔട്ടായി. ഫർഹാൻ ഒരു നല്ലൊരു ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആണ്. അദ്ദേഹം ഒരു കുറച്ചും കൂടി കൺസിസ്റ്റന്റ് ആയിട്ട് നാം കാണുന്നുണ്ട്. ഭാഗ്യത്തിന് മുഹമ്മദ് ഹാരിസ് 3 ചാൻസ് കൊടുത്തിട്ടാണ് 66 റൺ എടുത്തത്. 3 ചാൻസാണ് ഡ്രോപ്പ് ചെയ്തത് മുഹമ്മദ് ഹാരിസിന്റെ. 66 റൺ എടുത്തു എന്നുള്ളത് കൊണ്ടായില്ല. അപ്പൊ എന്ത് വന്നാലും ഇത്രയും വീക്കായ ഒമാൻ സൈഡിനോട് 160 എടുക്കാൻ പറ്റിയില്ല അവർക്ക്. അത് തന്നെ കാണിക്കുന്നു പാകിസ്ഥാന്റെ ടീമിൽ എന്തൊക്കെയോ എന്തായാലും നന്ദി ശ്രീ അജിത് കുമാർ. കാത്തിരിക്കുകയാണ് ഇന്ത്യ. അതായത് ഒരു 1 സൈഡഡ് മാച്ച് ആയാൽ ക്രിക്കറ്റ് ആരാധകർ എന്തായാലും അത് സഹിക്കില്ല. പക്ഷേ പാകിസ്ഥാനെതിരെ ഒരു ആധികാരിക ജയം തന്നെയായിരിക്കും എല്ലാ ഇന്ത്യൻ ആരാധകരും കാത്തിരിക്കുന്നത്. അതേസമയം ഈ ആവേശത്തിനൊപ്പം തന്നെ ചില ബഹിഷ്കരണങ്ങളും ഉണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനുമായി ക്രിക്കറ്റ് കളിക്കരുത് എന്ന് പറയുന്ന ധാരാളം ആളുകളുണ്ട്. ബഹിഷ്കരണ ആഹ്വാനം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും ആവേശത്തിന് ഒരു കുറവുമില്ല എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്ന് അജീഷ് തയ്യാറാക്കിയ ഈ റിപ്പോർട്ടിലേക്ക് കൂടി. ഒരിടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും വാശിയേറിയ ഇന്ത്യ പാക് മത്സരം നടക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ ഫിറോസ് ഷാ കോട്ട്ലയിലെ ഒരു സ്റ്റേഡിയത്തിന് സമീപമാണ്. ഇവിടെ കുറെ ആളുകൾ എന്നോടൊപ്പം ഉണ്ട്. അവർ കളിയൊക്കെ കഴിഞ്ഞ് വിനോദമൊക്കെ കഴിഞ്ഞ് ഞായറാഴ്ച ദിവസമാണ് അത് കഴിഞ്ഞ് വിശ്രമിക്കുക സമയത്താണ് നമ്മളോട് എത്തിയത്. നമുക്ക് അവരോട് എന്താണ് ഇന്നത്തെ മത്സരത്തെ പറ്റിയിട്ടുള്ള ഒരു പ്രതീക്ഷ, മാത്രമല്ല ഈ മത്സരം നടത്തണോ വേണ്ടി എന്നുള്ളടക്കമുള്ള വലിയ ചർച്ചകൾ രാജ്യമെമ്പാടും നടക്കുന്നുണ്ടായിരുന്നു. പഹൽഗാം ആ രക്തസാക്ഷികളുടെ കുടുംബമടക്കം ഈ മത്സരം ഉപേക്ഷിക്കണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമൊക്കെ പറഞ്ഞിരുന്നു. ആ പൊതുജനങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ മത്സരത്തെക്കുറിച്ച് എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. बिल्कुल ठीक है, उसमें आज के पूरा प्रोटेस्ट करना चाहिए, नहीं खेलना चाहिए, टोटली बॉयकॉट करना चाहिए. इंडिया पाकिस्तान के जैसे हमारा पीछे पास्ट में हमारे साथ उनके जो रिलेशंस रहे हैं, हमारे को बिल्कुल भी, और अगर उनका मैच है इंटरनेशनल लेवल पे खेलते हैं तो हमारी पूरी पब्लिक को वहाँ पर बिल्कुल देखने नहीं जाना चाहिए. पहले वॉकआउट करना चाहिए था. और दूसरी बात, जब इतना हमारे देशवासियों के साथ इतना बुरा उन्होंने व्यवहार किया था, जो मारे गए थे, वो ध्यान में रखना चाहिए था. इंडिया वालों की गलती है. हमारे पब्लिक को, जो मेरे भाई ने बोला बिल्कुल सही बोला है कि पब्लिक को वॉकआउट करना चाहिए था. नेताओं को तो करना ही था बिल्कुल. और हमारी जो सरकार है उसे भी मना करना चाहिए था. सरकार ने नहीं मना करा, इसी मारे मैच हो रहा है. सरकार अगर मना करती तो വലിയ ആവേശത്തിലാണ് ക്രിക്കറ്റ് ആരാധകരുള്ളത്. ടോസിന്റെ സമയമായിരിക്കുകയാണ്. ഇരു ക്യാപ്റ്റന്മാരും ഇപ്പോൾ എത്തിയിരിക്കുന്നുണ്ട് ഗ്രൗണ്ടിലേക്ക്. ആർക്കായിരിക്കും ടോസ് എന്നുള്ള വലിയ ആകാംക്ഷയിൽ തന്നെയാണ്. ജയം എന്തായാലും ഇന്ത്യക്ക് തന്നെ കിട്ടട്ടെ എന്നുള്ളത് തന്നെയാണ്. പാകിസ്ഥാനാണ് ടോസ് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. എന്താണ് പാകിസ്ഥാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ഇനി അറിയേണ്ടതുണ്ട്. ക്യാപ്റ്റൻ വരുന്നതേ ഉള്ളൂ. ക്യാപ്റ്റൻ എന്ത് തീരുമാനമെടുക്കും എന്ന കാര്യത്തിൽ ഇനിയൊരു ആകാംക്ഷയുണ്ട്. ഇന്ത്യയെ ബാറ്റിങ്ങിന് അയക്കുമോ? അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ സഞ്ജു സാംസണ് ബാറ്റിങ്ങിന് അവസരം കിട്ടുമ്പോൾ ഇന്ത്യ എന്തൊരു സ്കോർ
എത്ര സ്കോർ പടുത്തുയർത്തും എന്ന കാര്യത്തിൽ അത് വലിയ പാകിസ്ഥാൻ ബാറ്റിംഗ് തിരഞ്ഞെടുത്തിരിക്കുന്നു. വളരെ അപ്രതീക്ഷിതമായുള്ള ഒരു തീരുമാനം തന്നെയാണ്. എല്ലാവരും പ്രഡിക്റ്റ് ചെയ്തിരുന്നത്, പറഞ്ഞിരുന്നത് ഒരുപക്ഷെ ടോസ് കിട്ടിയാൽ ബൗളിംഗ് തിരഞ്ഞെടുക്കും എന്നുള്ളതാണ്. പക്ഷേ പാകിസ്ഥാൻ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ബൗളിംഗ് പ്രകടനം കാഴ്ചവെച്ച പാകിസ്ഥാനെ കുറഞ്ഞ സ്കോറിൽ എറിഞ്ഞിടുമെന്നും ഇന്ത്യ നമുക്ക് പ്രതീക്ഷിക്കാം.